കൃഷ്ണകുമാറിനെതിരായ ലൈംഗിക വിവാദത്തിൽ വാ തുറക്കാൻ പേടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ബിജെപി വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ നടത്തിയ കോൺഗ്രസ് പ്രതിഷേധത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിൽ തന്നെ കലഹമാണ്. കോടതി തള്ളിയ കേസിലുള്ള പ്രതിഷേധം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വാദം. തുടർ പ്രതിഷേധം നടത്തേണ്ട എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കളുള്ളത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന്റെ മർദ്ദനത്തിൽ കോൺഗ്രസ് കൌൺസിലറുടെ തല പൊട്ടുകയും ചെയ്തു. ജലപീരങ്കി പ്രയോഗിച്ച ശേഷം പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പാലക്കാട് സ്വദേശിനിയാണ് സി കൃഷ്ണകുമാറിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത്. രാജീവ് ചന്ദ്രശേഖറിന്റെ മെയിൽ ഐഡിയിലേക്കാണ് പരാതി അയച്ചത്. അതേസമയം പരാതി തള്ളി സി കൃഷ്ണകുമാർ തന്നെ രംഗത്തെത്തുകയായിരുന്നു. 2015-ലും 2020-ലും ഇതേ പരാതി തനിക്കെതിരെ ഉപയോഗിച്ചിരുന്നുവെന്നും സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ഉയർന്ന പരാതി കോടതി തന്നെ തള്ളിക്കളഞ്ഞതാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. വ്യാജ പരാതികൾ നൽകിയവർക്കെതിരെയും വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിൽ നിലവിൽ നിരവധി സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടന്ന് സ്വയം കുഴിയൊരുക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുഖം രക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് ചർച്ചകൾക്ക് വഴിവെച്ചു കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിനെതിരെ ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്ക് ഇത്തരം ചർച്ചകളെല്ലാം തന്നെ വളരെ ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം. എന്നാൽ അതേസമയം തന്നെ പാർട്ടി ഓഫീസിന് നേരെ പ്രതിഷേധം തുടർന്നു കഴിഞ്ഞാൽ സംരക്ഷിക്കേണ്ട രീതി ബിജെപിക്ക് അറിയാമെന്നാണ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ പ്രതികരിച്ചത്. പോലീസ് ആവശ്യപ്പെട്ടതിനാൽ കഴിഞ്ഞ ദിവസം സംയമനം പാലിച്ചുവെന്നും ഇനി അതുണ്ടാകില്ല എന്നും പ്രശാന്ത് ശിവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോടതി തള്ളിക്കളഞ്ഞ കേസിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്നും അവർക്ക് യാതൊരു ധാർമ്മികതയില്ല എന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഒരിക്കലും കേരളം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നും ലൈംഗിക വൈകൃതം പിടിച്ച രോഗിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തിരുന്നു.